ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ ഇന്നെല്ലാം പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. ഈശോമുഖത ഒരു ബ്ലാക്ക് സ്കേർട്ടും ഒരു വൈറ്റ് ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവൾ കരയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇഷ്ടമല്ല ആദ്യം. പിന്നെ ഒന്ന് ഒരുങ്ങിയൊക്കെ കഴിയുമ്പോഴാണ് ആളിച്ചിരി ഒന്ന് ഹാപ്പി ആവുന്നത്. ഈശോമോളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒരുങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ആദ്യം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഐബ്രോസ് വരയ്ക്കും, കണ്ണിൻ്റെ വാല് വരയ്ക്കും, താടിയിലൊരു കുത്ത്, പിന്നെ മുടിയൊക്കെ കെട്ടും, പിന്നെ ഡ്രസ്സ്. അതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ അവളുടെ ഒരു ചെറിയൊരു ഒരുക്കം എന്ന് പറഞ്ഞാൽ. എല്ലാ അമ്മമാർക്കും ഒരു പെൺകുട്ടിയെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? അതുപോലെ എനിക്കും ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയതാണ് എൻ്റെ മൂന്നാമത്തെ ഈ ചക്രപ്പെണ്ണ്. എനിക്ക് ഇതുപോലെ കൊച്ചു കുട്ടികളെയൊക്കെ പണ്ടേ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ്. അവളിങ്ങനെ ഒരുക്കി കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മൂത്ത മക്കൾ രണ്ടും ബോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പെൺകുട്ടികളുടെ സൈഡിൽ ഡ്രസ്സ് നോക്കാറുണ്ട്. എന്ത് ഭംഗിയല്ല അവർക്ക് ഡ്രസ്സ് കാണുമ്പോഴത്തേക്ക്. അന്നേരമൊക്കെ എനിക്ക് കൊതിയാവും അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ച് പെൺകുട്ടികൾക്ക് ഇടാനായിട്ടൊക്കെ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അമ്മമാർക്ക് അത് പ്രത്യേകിച്ച് അറിയാം അല്ലേ. എന്നിട്ട് കാത്തിരുന്നിട്ട് എനിക്കൊരു പെൺതരിയെ കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏത് സമയത്തും ഇടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. സോ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ സമ്മർ ടൈമൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടും. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഫങ്ഷൻസ് വീട്ടിൽ തന്നെ വയ്ക്കുമല്ലോ, ഓരോരുത്തരുടെ ബർത്ത്ഡേ ആയിരുന്നാലും ആ സമയത്തൊക്കെ ഞാൻ ഈ ഫ്രോക്കൊക്കെ അവളെ ഇട്ട് ഫോട്ടോയൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ഈ സങ്കടമൊക്കെ ഇതിലൂടെയാണ് തീർക്കുന്നത്. ഇപ്പം ബോയ്സിനെ റെഡിയാക്കാൻ വലിയ പാടൊന്നുമില്ല. അവർക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരങ്ങ് ഇട്ടോളും. പിന്നെ വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈ പെൺകൊച്ചിനെ ഒരുക്കാനാണ് എനിക്കിപ്പോൾ അധികം സമയം എടുക്കുന്നത്. പിന്നെ ഈശോക്കുട്ടിക്കാണെങ്കിൽ സോക്സും ഷൂസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഇങ്ങനെ തനിയെ ചെയ്യാനൊക്കെ നോക്കും. ഇവിടെ ഇപ്പോൾ യുവിക്കുട്ടനാണ് ഇപ്പോൾ സഹായിച്ചു കൊടുക്കുന്നത്. അവനും ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ ഷൂസൊക്കെ തനിയെ ഇട്ട് കൊടുക്കാനൊക്കെ നോക്കാറുണ്ട്. ആൾ ഇച്ചിരി സ്മാർട്ടാണ്. നേരത്തെ ഡ്രസ്സ് ഇട്ട് കരഞ്ഞ ആളാണത് ഇപ്പോൾ പാട്ടും പാടി ഡാൻസും കളിച്ച് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇട്ട് കഴിഞ്ഞ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് റെഡിയായി, അമ്മയും ബാക്കി എല്ലാവരും റെഡിയായി. അവസാനം ഞാനാണ് റെഡിയാവുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി. ഈശോമോൾ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്യുന്നുണ്ട്. റിഷാനയും മാമച്ചിയും കൂടി ബസ് സ്റ്റാൻഡിലാക്കിയിട്ടാണ് ഋതു നമ്മളെ കൂട്ടാനായിട്ട് വന്നത്. അങ്ങനെ അവർ രണ്ടുപേരെയും സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. ഞങ്ങളും കയറിയിരുന്നു. അങ്ങനെ പോകാനായിട്ടൊക്കെ റെഡിയായി. ഞങ്ങൾക്ക് ഇനി ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ സിറ്റിയിലോട്ട് പോകാനായിട്ട്. ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഫെർമോയി പാസ് ചെയ്യുമ്പോഴും അവരുടെ ബസ് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പാസഞ്ചേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുവാണ്. ഡ്രൈവർ ആണല്ലോ അവിടെ ടിക്കറ്റും എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്ത ആൾക്കും കയറാനായിട്ട്. അങ്ങനെ എന്നെ അമ്മേനെയും ഡ്രോപ്പ് ചെയ്തിട്ട് ചാച്ചൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലോട്ട് പോയി. ഇത് വന്നിട്ട് കോർക്ക് LGBT+ പ്രൈഡ് ഫെസ്റ്റിവൽ നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു, പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ആദ്യം അവർ 7up ഒക്കെ തന്നു. പിന്നെ കുട്ടികൾക്കായിട്ട് കുറേ സ്റ്റേഷനറി ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും. പിന്നെ പെൻസിൽ സ്കെയില്, പെൻസിൽ കേസ്, അങ്ങനെ കുറേ അനവധി ഐറ്റംസ് അവർക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറേ റൈഡ്സ് ഉണ്ട്. പിന്നെ ഫേഷ്യൽ പെയിൻറ്റിങ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഡേ ഇവിടെ വന്ന് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ നല്ലതായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഈ സെയിം പരിപാടിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഈ റൈഡിലൊന്നും കയറാൻ പറ്റില്ല, വാവ ചെറുതായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ആ റൈഡിൽ കയറി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷേ ചെയ്തു വന്നപ്പോഴേക്കും അവിടെ നിന്നുണ്ടായിരുന്ന ആളാണെങ്കിൽ വലിച്ചു വിടുന്നുണ്ടായിരുന്നു. ആ വലിച്ചു വിടുമ്പോൾ ഭയങ്കരമായിട്ട് ഒത്തിരി തല ഇറങ്ങുന്നത് പോലെ തോന്നി. അവസാനം തല ചുറ്റിയില്ലാന്നല്ല, ഒന്നും കണ്ണിലൊന്നും കാണാൻ വയ്യ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീഗാലാൻഡിൽ പോയ ഒരു ഓർമ്മയിലൊന്ന് കയറിയതായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത്, വയസ്സായി, പ്രായമായി, നമ്മളതൊക്കെ ഓർക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫേസ് പെയിൻറ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ കുറച്ചു നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്ത് പടവും അവർ വരച്ചു കൊടുക്കും. അപ്പോൾ റിഷാൻ സെലക്ട് ചെയ്തത് സിംഹത്തിനെയാണ്. അത് തന്നെയാണ് യുവാനെ സെലക്ട് ചെയ്തത്. അവന് വേറെ ഒന്നും വരയ്ക്കേണ്ട, സിംഹം തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ ഈശോമോളും കയ്യിൽ ഒരു ചെറിയ പൂവൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ഈ റിഷാൻ്റെ കയ്യിരിക്കുന്ന സാധനം കണ്ടാൽ എനിക്ക് നാട്ടിലെ ബോംബെ മുട്ടായി അല്ലെങ്കിൽ പഞ്ഞിമുട്ടായി എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ നെയിമാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇരിക്കത്ത് പോലുമില്ല. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈശോമോൾ എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ഒരു റൈഡ് കാണിച്ചു തരുന്നത്. അവൾക്കതിൽ കയറണം അത്രേ. അപ്പോഴാണ് ചിന്തിക്കുന്നത് ഇവൾക്കിതിൽ കയറാനൊക്കെ ആയോ, ഇവൾ അത്ര കുഞ്ഞല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അവൾ വളർന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നമ്മൾ ഇട്ടമാരുടെ കൂടെ ഒപ്പം അവളെ ഇരുത്തി അവൾ നല്ല ടൈറ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവളതിൽ എൻജോയ് ചെയ്തത്. അവൾക്ക് ഇനിയും പോകണമെന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഈശോമോൾ ഇതുപോലത്തെ റൈഡ് ഇരുത്തുന്നത്. അത് കണ്ടുവന്ന് ഞങ്ങൾക്ക്, എനിക്കും ചാച്ചനും അമ്മയ്ക്കും ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവൾ ഇരിക്കുമോ വീഴുമോ എന്നുള്ളത്. അപ്പം പിന്നെ ചാച്ചൻ പറയുന്നുണ്ടായിരുന്നു ഈ റൈഡ് പോകുമ്പോൾ ഞാനും ഇങ്ങനെ ഇതുപോലെ വട്ടത്തിൽ പോകാം എന്നൊക്കെയായിരുന്നു ഞങ്ങൾ ആദ്യത്തെ പ്ലാന്. പിന്നെ ഒന്ന് അവൾ ഇരുന്ന് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഒരിടത്ത് തന്നെ നിന്നു. ഞങ്ങൾക്ക് ആ ടെൻഷനൊക്കെ മാറി കിട്ടി. അവൾ നല്ലപോലെ സേഫായിട്ട് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് പിന്നെ അവൾ എൻജോയ് ചെയ്തു തന്നെ. ഡാൻസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. ഞാനും അമ്മയും ഒരു ലോങ് ക്യൂവിൽ കുറേ നേരമായിട്ട് നിൽക്കുമായിരുന്നു. അന്നേരം റിഷാനും യുവാനും ബാക്കിയുള്ള റൈഡ്സൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് ബലൂണിൽ ചെയ്തു കൊടുക്കും. യുവിക്കൂട്ടൻ ഒരു സ്പോഡാണ് പറഞ്ഞത്. ഈശോമോൾക്ക് ആദ്യം കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു, കാരണം അവളുടെ പ്രായം ചെറുതല്ലേ. അപ്പം ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഒരു ഫ്ലവർ ബാൻഡ് ഉണ്ടാക്കി തന്നു. പിന്നെ റിഷാന് ഒരു പപ്പീനെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. കാരണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം കുട്ടികളോടൊത്ത് പാരൻസും നന്നായിട്ട് എൻജോയ് ചെയ്തു. വലിയ പരിപാടി എന്നൊന്നും പറയാനില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറെക്കുറെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടികൾക്കും പാരൻസിനും അതൊരു ഭയങ്കര ഒരു ഫൺ ഡേ ആയിരിക്കും. സോ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.